ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അംബർല പലാസോ പാൻസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഇത് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടിയും പിന്നെ ഒരു ഷ്രഗും വരുന്ന രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ അംബർല പലാസോൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ 3 മീറ്ററാണ് ക്രേപ്പിൻ്റെ ലൈനിങ് എടുത്തിട്ടുള്ളത്. മെയിൻ ഫാബ്രിക് വരുന്നത് ഒരു സാരിയാണ്. അതും 3 മീറ്റർ തന്നെ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. ലൈനിങ് ആദ്യം രണ്ടായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് നമ്മൾ മടക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഈ ഒരു ഏറ്റവും നീളം കൂടിയ ഭാഗത്ത് ഫോൾഡ് വരുന്ന ഭാഗം വരും. പിന്നെ നമ്മളായിരിക്കുന്ന ഒരു സൈഡിലേക്ക് ഓപ്പണിങ്ങും വരും. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ ഒരു പാൻറ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ നമ്മൾ നോർമലി പലാസോ ചെയ്യുന്നത് പോലെ തന്നെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ദാ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം എല്ലായിടത്തും ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാനിരിക്കുന്ന ഭാഗത്താണ് ഓപ്പണിങ് വന്നിട്ടുള്ളത്. ഈ ഒരു കോൺ വരുന്ന ഭാഗം ഫോൾഡാ വരിക. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് ആദ്യം ആ ഒരു കോർണ് വരുന്നില്ലേ, ആ കോണിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഹിപ്പ് റൗണ്ടിന് നല്ലൊരു ഭാഗം വരുന്നത് 12 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ കോർണർ വെച്ച് നോക്കിയിട്ട് 12 ഇഞ്ച് എവിടെയാണ് കിട്ടുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കാം. അതിനുശേഷം എന്താ ഈ ഒരു ടാപ്പ് ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് എത്തി നോക്കാം. അപ്പോൾ കറക്റ്റ് എടുക്കാൻ പാടില്ല. അതിൽ നിന്നും അര ഇഞ്ച് 1 ഇഞ്ച് കുറച്ചിട്ട് ഇങ്ങനെ പിടിച്ചൊന്ന് മാർക്ക് ചെയ്യും. ഇപ്പം ഞാനൊരു 14.5 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ 14.5 ഇഞ്ച് ആ കോർണറിൽ ടാപ്പ് വെച്ചിട്ട് റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുമ്പോൾ കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇനി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ടാപ്പ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇങ്ങനെ ബിഗ്നേഴ്സിന് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള രീതി. ഇക്വേഷനിൽ വെച്ച് ചെയ്യുന്ന വേറൊരു രീതിയുണ്ട്. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് നമ്മുടെ ക്രോച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ക്രോച്ച് ലെങ്ത് നമുക്കൊരു 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഉള്ളിലേക്ക് നമുക്കൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു ബോക്സ് പോലെ വരച്ചു കൊടുക്കാം. അത് നമ്മുടെ ആ ഒരു കോർണറിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും വരക്കണ്ട. താഴെ ഭാഗത്തെത്തുമ്പോൾ ആ 3 ഇഞ്ചിൻ്റെ അടുത്തേക്ക് എത്തിച്ചാൽ മതി. എന്നിട്ട് ആ ഒരു മുകളിലേക്ക് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത ആ ഒരു 3 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഒരുപാട് റൗണ്ട് ആക്കിയിട്ടൊന്നും വരച്ചു കൊടുക്കണ്ട. അപ്പം നമ്മുടെ പാൻറ് ഇറുങ്ങിയ പോലെ നിൽക്കും. ജസ്റ്റ് ഒരു ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നമുക്ക് പാൻറ്റിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പം 1.5 ഇഞ്ചിൻ്റെ ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് 1.5 ഇഞ്ച് കുറച്ചതിന് ശേഷം അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ഈ ഒരു മാർക്ക് ചെയ്ത ആ ലൈനിൽ നിന്ന് റൗണ്ടായിട്ട് എല്ലായിടത്തേക്കും നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത്ത് വേണ്ടത്, ഞാനിപ്പം 38.5 ഇഞ്ചാണ് എടുക്കുന്നത്. ആ 38.5 ഇഞ്ച് ഇതുപോലെ എല്ലായിടത്തും ടാപ്പ് നീക്കി വെച്ച് കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തുണിക്ക് 44 ഇഞ്ചാണ് വീതി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും താഴെ ഭാഗത്ത് ജോയിൻറ്റ് വരും. ആ ഒരു ആ ഒരു തേരുവശം വരുന്ന കണ്ടില്ലേ, അവിടെ നമുക്കൊരു ജോയിൻ്റ് എന്തായാലും വരും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ബാലൻസ് കട്ട് വരുന്ന ആ ഒരു ക്ലോത്ത് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കിട്ടുമേ. ഇതിപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ താഴെ വശത്ത് വരുന്ന ആ ഒരു ക്ലോത്തില്ലേ, ആ ക്ലോത്തിൻ്റെ സ്ട്രെയിറ്റ് വരുന്ന ഭാഗം നമ്മുടെ ഈ ഒരു എക്സ്ട്രാ ജോയിൻറ്റ് വരുന്ന ഭാഗത്തെ അവിടത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക ആദ്യം. ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു അര ഇഞ്ച് നമ്മളിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കണം. നമുക്ക് അവിടെ ജോയിൻറ്റ് വരുമ്പോഴുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അതിങ്ങനെ 2 പീസ് തുണിയും ലെവലാക്കി അര ഇഞ്ച് കയറ്റി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് താഴത്തെ ആ ഒരു അംബർല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ ഒരു ഷേപ്പിനനുസരിച്ച് ഈ ഒരു ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഇതിപ്പം വൈറ്റ് തുണി ആയതുകൊണ്ട് അതിൻ്റെ ഒരു നിഴല് കാണാനുണ്ട്. ഇനി അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അങ്ങനെയും മനസ്സിലാവുന്നില്ലെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ആദ്യം ലെങ്ത് മാർക്ക് ചെയ്തതുപോലെ മാർക്ക് ചെയ്തെടുത്താലും മതിയേ. എങ്ങനെയായാലും നമ്മൾ താഴത്തെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അതാണ് ഇതിൻ്റെ മെയിൻ. ഈ ഒരു പീസ് ഇപ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് പിന്ന് കുത്തി വെക്കാം. കട്ട് പീസ് ആയതുകൊണ്ട് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കായിട്ട് തന്നെ പിന്ന് കുത്തി എടുത്ത് വെക്കാം. ഇതിൻ്റെ ഒരു പീസിൽ ഒരു ഭാഗം ഫോൾഡ് വരുന്നതായതുകൊണ്ട് അത് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ അളവ് തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുക്കാം. പക്ഷേ മെയിൻ ക്ലോത്ത് ലൈനിങ്ങിനേക്കാളും 2 ഇഞ്ച് ഞാൻ എക്സ്ട്രാ വെച്ച് കൊടുക്കുവേ. മെയിൻ ക്ലോത്തിലും ഇതേപോലെ തന്നെ ജോയിൻറ്റ് വരും കേട്ടോ. അപ്പോൾ ഇതാ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ജോയിൻ്റ് ആദ്യം കൂട്ടി അടിച്ചു കൊടുക്കാം. സ്ട്രെയിറ്റ് വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിച്ച് തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് നേരെ വെച്ചിട്ട് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജോയിൻറ്റുകളെല്ലാം ആദ്യം ജോയിൻ ചെയ്തെടുക്കാം. ലൈനിങ് ജോയിൻ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. 2 ജോയിൻസും ഒരേ വശത്തേക്ക് തന്നെ വരാൻ ശ്രദ്ധിക്കണം. മെയിൻ ക്ലോത്ത് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നല്ല വശവും ചേർത്ത് അടിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരില്ല. പക്ഷേ ലൈനിങ്ങിൻ്റെ കാര്യം അങ്ങനെയല്ല. നമ്മൾ ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ജോയിൻറ്റ് വരുന്ന ആ ഒരു നല്ല വശങ്ങൾ രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് കിട്ടണം നമുക്ക്. അങ്ങനെയാണ് വേണ്ടുന്നത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത വശത്തേക്കായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ ആ ഒരു നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ആ ഒരു ക്രോച്ച് ഭാഗവും ഹിപ്പിൻ്റെ ആ ഒരു മേലത്തെ ഭാഗവും എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ക്രോച്ചിൻ്റെ താഴത്തേക്കുള്ള ആ ഒരു ഭാഗം ഫുള്ളായിട്ടൊന്നും ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നില്ല. അതൊരു പകുതി വരെ മാത്രമേ ജോയിൻ ചെയ്തെടുക്കുന്നുള്ളൂ. ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ നമ്മുടെ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഒന്ന് ഞാൻ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അംബർല കട്ടിങ് വരുന്നത് കൊണ്ട് 2 ഫോൾഡായിട്ട് മടക്കി അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചുളിവ് വരും. അപ്പോൾ അംബർല കട്ടിങ് ഒക്കെ വരുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് നീറ്റായിട്ട് മടക്കി അടിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ കാർട്ടിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് എടുക്കാനാണ് പോകുന്നത്. അപ്പം നമ്മളിതാ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് നല്ല വശം ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ക്രോച്ച് ഏരിയകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കെട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കാം. ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 2 ലെഗിൻ്റെ 2 സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം കാണിക്കുന്നില്ല. നമ്മുടെ ആ ഒരു പകുതി വരെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂട്ടി പിടിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം ആദ്യം മെയിൻ ക്ലോത്ത് ലൈനിങ് ക്ലോത്ത് ഇങ്ങനെ മുകളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് മെയിൻ ക്ലോത്ത് ആദ്യം ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ലൈനിങ് ക്ലോത്ത്, അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഉള്ള ബാൻഡിൻ്റെ കാര്യം നോക്കാം. ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ എലാസ്റ്റിക്കും ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഈ 2 പീസും മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തുമായിട്ട് ജോയിൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പീസിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് 19 ഇഞ്ചും വലിയ പീസിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് 24 ഇഞ്ചുമാണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ പാൻറ്റിൻ്റെ ആ ഒരു ഫുൾ റൗണ്ട് നമ്മൾ മെഷർ ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് 1.5 ഇഞ്ച് വീതിക്കുള്ള ക്യാൻവാസും ഞാൻ ഇതേ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതുപോലെ 1/2 ഇഞ്ച് മുകളിലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ബാൻഡ് കട്ട് ചെയ്തത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി പറയാം. നമ്മുടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാൻറ്റിൻ്റെ ആ ഒരു വേസ്റ്റ് ഏരിയ മെഷർ ചെയ്യുക. മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മുടെ നോർമലായിട്ടുള്ള വേസ്റ്റ് റൗണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള വേസ്റ്റ് റൗണ്ടിൻ്റെ ഹാഫ് പോർഷൻ നമ്മുടെ ബാൻഡിനായിട്ട് നമ്മുടെ ക്യാൻവാസ് വെച്ച് കൊടുക്കേണ്ട ബാൻഡിനായിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് എലാസ്റ്റിക്കിനും കൊടുക്കാം. അത്രയുള്ള കാര്യം. ഞാൻ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞ് കൊളാക്കിയതാണ്. അപ്പോൾ ക്യാൻവാസ് ഇതിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 4.5 ഇഞ്ചാണ്. 1.5 ഇഞ്ചിൻ്റെ ബാൻഡ് ആയതുകൊണ്ട് അത് 2ആയിട്ട് മടക്കി തയ്ക്കാൻ 3 ഇഞ്ച് തുണി വേണം. പിന്നെ അതിൻ്റെ കൂടെ അര ഇഞ്ച് വെച്ചിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ 4.5 ഇഞ്ചോളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ടാണ് നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ട് അയൺ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു ബാൻഡ് നമുക്ക് പാൻറ്റിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മുടെ ക്യാൻവാസ് വെച്ചിട്ടുള്ള ആ ഒരു ബാൻഡിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കാണുക. ക്യാൻവാസ് വരുന്ന ഭാഗത്തിൻ്റെ അല്ല, ക്യാൻവാസ് വരാത്ത ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ പോർഷൻ കാണുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് അതിൻ്റെ ക്രോച്ച് സ്റ്റിച്ച് വരുന്ന അവിടെ നമ്മുടെ ഈ ഒരു ബാൻഡിൻ്റെ ഉൾവശത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. പാൻറ്റിൻ്റെ ഉൾവശത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ഈ ബാൻഡ് വരുന്ന ഭാഗം നമുക്ക് പുറത്തേക്കാണ് വരേണ്ടത്. അപ്പം ഇതുപോലെ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. സെൻറ്ററും ജോയിൻ ചെയ്തിട്ടാണ് ആദ്യം വെച്ച് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ബാൻഡ് വരുന്ന ആ ഒരു പീസിൻ്റെ നല്ല ഭാഗം നമ്മുടെ പാൻറ്റിൻ്റെ ഉൾവശത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പ് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഫുള്ളായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ലാസ്റ്റ് എൻഡ് എത്തുമ്പോൾ ഒരു അര ഇഞ്ച് ഞാനവിടെ വിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്കുള്ള എലാസ്റ്റിക് ബാൻഡ് അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ളതുകൊണ്ട് ഈ ഒരു ഫ്രണ്ട് ബാൻഡിൻ്റെ മറ്റേ സൈഡും കൂടി ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ബാൻഡിൻ്റെ ബാക്കിലത്തെ ഭാഗം എടുക്കുക. എന്നിട്ട് അതെടുത്തിട്ട് നല്ല വശത്തോട്, ഈ ഒരു ബാൻഡിൻ്റെ നല്ല വശത്തോട് അതിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ട് അര ഇഞ്ച് ഗ്യാപ്പിൽ അത് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി ഈ ഒരു ബാൻഡ് നമ്മുടെ ആ ഒരു പാൻറ്റിൻ്റെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ചിട്ട് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് എക്സ്ട്രാ വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് ബാൻഡിൻ്റെ ആ ഒരു പീസിലേക്ക് ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ബാൻഡ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 11 ഇഞ്ചാണ്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതി എടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒരു 3-4 ഇഞ്ച് കുറച്ചിട്ടുള്ളതാണ് എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്. 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഒക്കെ എടുക്കാൻ, എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 ഇഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഒരു 2 ബാൻഡുകളും ജോയിൻ്റ് വരുന്ന ആ ഒരു പീസിലെ ആ പീസിലേക്ക് ആദ്യം നമുക്ക് ഈ ഒരു എലാസ്റ്റിക് വെച്ച് അടിച്ചു കൊടുക്കാം. ഇത് വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. നമ്മുടെ ആ ഒരു സ്റ്റിച്ചിന് കണക്കാക്കിയിട്ട് നമ്മൾ ഇപ്പം ജോയിൻ ചെയ്തെടുത്ത ആ ഒരു റൗണ്ട് ആയിട്ടുള്ള ആ ഒരു സ്റ്റിച്ചില്ലേ, ആ സ്റ്റിച്ചിന് തൊട്ട് മുകളിലായിട്ട് എലാസ്റ്റിക് വെച്ച് കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഇപ്പുറത്തെ തറ്റവും ഈ ഒരു എലാസ്റ്റിക് ബാൻഡിൻ്റെ വരുന്നത്ര വരെ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ അടിച്ചു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊക്കിയെടുത്തതിന് ശേഷം ആ ഒരു തയ്യൽ തുമ്പിലേക്കാണ് ഈ ഒരു എലാസ്റ്റിക് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടത്. വീഡിയോ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. കുറച്ചൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. എലാസ്റ്റിക്കിന് ഇട്ട് കൊടുക്കുന്ന സ്റ്റിച്ചൊക്കെ ഒരു 3-4 പ്രാവശ്യം കെട്ടിട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ആദ്യം ഈ ഒരു ബാൻഡിൻ്റെ മുകളിൽ നിന്ന് അര ഇഞ്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്റ്റിച്ച് ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ക്യാൻവാസ് വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട് ഭാഗം ആദ്യം നീറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് പിന്നെ എലാസ്റ്റിക് വരുന്ന ഭാഗത്തേക്ക് പോകുമ്പം കുറച്ചായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എലാസ്റ്റിക് നമ്മുടെ ഒരു വശത്തേക്ക് വലിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് എലാസ്റ്റിക് ഒന്ന് വലിച്ച് എല്ലായിടത്തെയും തുണി ഈക്വലാക്കി കൊടുക്കുക. അതിനുശേഷം വലിച്ച് പിടിച്ചിട്ട് സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്താൽ നമ്മുടെ എലാസ്റ്റിക് അവിടെ കറക്റ്റായിട്ട് നിന്നോളുവേ. അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പാൻറ്റിൻ്റെ താഴെ ഭാഗം കൂടി ഒന്ന് റോൾ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നല്ല ഫ്ലെയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കും കൂടി ഞാൻ കാണിച്ചു തരാമേ. ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞേക്കണേ.
അപ്പോൾ ഇതിന് 3/4 സ്ലീവ് വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ക്രോപ്പ് ടോപ്പും പിന്നെ അതിനൊരു ഓവർകോട്ടും ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ലോങ് വി നെക്ക് കൊടുത്തിട്ട് അതിനൊരു ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. കസ്റ്റമർ ഇവിടെ വന്നിട്ട് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിനി. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് കമൻറ്റ് ചെയ്യണേ.